ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വൈറ്റമിൻ സി ഡ്രിങ്ക് കുടിച്ചുകൊണ്ടാണ്. നല്ലൊരു സിട്രസി ടേസ്റ്റാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. ഇന്ന് ലഞ്ചും ഡിന്നറൊക്കെ വെളുന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടും. അങ്ങനെ ഞാനൊരു കോഫിയൊക്കെ കുടിച്ച് പതിയെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറി. അപ്പോൾ നല്ല പഴുത്ത രണ്ട് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാൻ എൻ്റെ ഉമ്മച്ചി ചെയ്യുന്ന കണ്ട് പഠിച്ചതാണ്. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു ഇത്. ഒരു പാനിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കാഷ്യൂനട്ടും റൈസൻസും സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് നന്നായി മുറിച്ചെടുക്കുക. ഞാനിവിടെ 3 ഏത്തപ്പഴം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ആ ഒരു കോക്കനട്ടിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഏത്തപ്പഴം നന്നായി മുരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ നല്ല പഴുത്ത ഏത്തപ്പഴമായതുകൊണ്ട് ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഷുഗർ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കൂടിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പാല് ബൂസ്റ്റ് ഇട്ട് കാച്ചിയെടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ പോയി ഉണർത്തി. എല്ലാവരും ഫ്രഷായി വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീക്കെൻഡ്സിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ്ലി ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടായിരിക്കും. അന്നത്തെ ദിവസം ഞാൻ കിച്ചൺ അവധി കൊടുത്തിരിക്കുക, കംപ്ലീറ്റ് റെസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഫ്രീ ആയി വരുന്ന ഫ്രൈഡേയ്സ് ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ കറക്കവും ഷോപ്പിംഗ് എല്ലാം അന്ന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. പെട്ടെന്ന് പോയി കുളിച്ച് ഞങ്ങൾ റെഡിയായി ലഞ്ച് കഴിക്കാൻ പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോഴേക്കും ഊണ് കിട്ടുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഊണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് അവർ ഒരു ഊണ് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ എല്ലാ ഫ്രൈഡേയ്സും ഇവിടെ വന്ന് ഈ സെയിം ഊണ് തന്നെയാണ് കഴിക്കുന്നത്. അവർ വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ച് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐക്കിയയിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരെയാണ്, ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട്. എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഐക്കിയ. ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും ചുമ്മാ കാണാൻ പോകാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരവിടെ റൂംസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. എനിക്ക് ഇവിടുന്ന് ഒരു ടീപ്പോ വാങ്ങിക്കണമായിരുന്നു. വീട്ടിലുള്ളത് ഗ്ലാസിന്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള ടീപ്പോ ആണ്. അപ്പോൾ കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ അത് ഒരു അപകടമാണെന്നുള്ളത് കൊണ്ട് അത് മാറ്റിയിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ടീപ്പോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വേറെ കുറച്ച് ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തു. ഇവിടുത്തെ കഫറ്റീരിയയിലെ ഫുഡിന് നല്ല ടേസ്റ്റാണ്. പക്ഷെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കഴിക്കാനൊന്നും വരുന്നില്ല. കുറച്ച് കോഫിയും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ ദഹ്റാൻ മോളിലേക്കാണ് പോയത്. എനിക്കൊരു ജാക്കറ്റ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മാക്സിലേക്ക് പോയി. അവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ജാക്കറ്റ്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം അവിടുന്ന് എടുത്തു. എല്ലാ ഷോപ്സിലും ഇയറിംഗ് സെയിൽ നടക്കുന്നുണ്ട്. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പ്രൈസിൽ ഒരു 60 to 80% കുറവൊക്കെ ഉണ്ടായിരുന്നു മിക്കടത്തും. പിന്നെ ഞങ്ങൾ കോണും സ്ലർപ്പ് പീസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് സ്ലർപ്പ് പീസ് നല്ല ഇഷ്ടമാണ്. ഭയങ്കര സ്വീറ്റാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഡ്യൂൺസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ ചെരുപ്പിനും ബാഗിനും ഒക്കെ നല്ല കളക്ഷനാണ്. ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു ബാഗൊക്കെ വാങ്ങിച്ചു. അവിടെ ഒരു ഇലക്ട്രിക് കാർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു. ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം എൻ്റെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. ഇതിനു മുന്നേ 2-3 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് വിചാരിച്ച് വിട്ട കാര്യമാണ്. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ മൊമോസിലേക്ക് വന്നു. നമ്മുടെ മിനിസോ പോലെ തന്നെ ഉള്ള ഒരു ഷോപ്പാണ് മൊമോസോ. പേര് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഏകദേശം ഒന്ന് തന്നെ. അവിടെ നല്ല ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ബാത്ത് ബോംസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കുള്ള ഒരു ഒബ്സഷനാണ് സോഫ്റ്റ് ടോയ്സ്. എനിക്ക് ചെറിയൊരു കളക്ഷനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ മിമീസോ മൊമോസോയിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് സോഫ്റ്റ് ടോയ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ച് സമയം നോക്കി. പിന്നെ നെച്ചുനെല്ലായും 2 ബാക്ക് ചാംസ് ഒക്കെ എടുത്തു. അപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കഫറ്റീരിയയിൽ തന്നെ ഫുഡ് കഴിക്കാതെ ഞങ്ങൾ വിചാരിച്ചു. അവിടെ ഐസ് സ്കേറ്റിംഗ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. കഫറ്റീരിയയോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ കുട്ടികൾ കുറച്ച് സമയം അവിടെ കളിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ചൈനീസ് ഫുഡും KFC നിന്ന് ബ്രോസ്റ്റഡും പിന്നെ ലോഡഡ് ഫ്രൈസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്ത് വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറും കൂടി ഉണ്ടായിരുന്നു കൂടെ. സാറ്റർഡേ അവന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവനെ അക്കോമഡേഷനിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. പോകുന്ന വഴിക്ക് ഞാൻ ഈ ഫേമസ് ജാപ്പനീസ് ചീസ് കേക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലൊക്കെ നല്ല കിടക്കുന്നുണ്ടായിരുന്നു അവിടെ നടന്നിട്ട്. പിന്നെ ഞങ്ങൾ ഈ മോളിനകത്തുള്ള ടാക്സിയിൽ കയറിയിട്ടാണ് വണ്ടിയിലേക്ക് പോയത്. വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായി. എനിക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ എനിക്ക് എത്ര ലേറ്റ് ആയാലും എനിക്കതൊന്ന് ഇട്ടൊക്കെ നോക്കണം. ഇപ്പോൾ ഫർണിച്ചറൊക്കെ ആണെങ്കിൽ എനിക്ക് അപ്പം തന്നെ അസംബിൾ ചെയ്യണം. ഇപ്പം നാളെ ചെയ്യാൻ നിൽക്കുക പറഞ്ഞിട്ടും കേൾക്കാതെ ഞാനൊന്ന് ആ ചീപ്പ് അസംബിൾ ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ നല്ല പാടുണ്ടായിരുന്നു. പിന്നെ ഇക്ക വന്ന് തന്നെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വാങ്ങിയ ചീസ് കേക്ക് ഒന്ന് കുറച്ചെടുത്ത് കഴിച്ചു. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്കായിരുന്നു. പക്ഷെ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.